തിരുവനന്തപുരം ശംഖുമുഖം ദേവീക്ഷേത്രത്തിലെ ആനക്കൊട്ടിലിന്റെ ദുരവസ്ഥ ഗുരുതരമാകുമ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കണ്ണടയ്ക്കുന്നു. 100 വർഷത്തിലേറെ പഴക്കമുള്ള ആനക്കൊട്ടിൽ കോൺക്രീറ്റ് പാളികളും മേൽക്കുരയിലെ ഓടുകളും അടർന്നു വീഴുന്ന അവസ്ഥയിലാണ്. നിത്യേനെ 100 കണക്കിന് ഭക്തരും ജീവനക്കാരും എത്തുന്ന സ്ഥലത്ത് അപകട ഭീഷണി നിലനിൽക്കുമ്പോഴും പരാതികൾ നിരവധി നൽകിയിട്ടും ഇതുവരെ പരിഹാരമായിട്ടില്ല. ഇവിടെ വരുന്നത് തൊഴുത് അമ്മയെ കണ്ട് സന്തോഷമായിട്ട് പോകാനാണ്. ആ സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഇവിടെ ആരും വരണ്ട എന്നുള്ള നിലപാടിലാണ്. ശംഖുമുഖം ദേവീക്ഷേത്രത്തിന്റെ ഭാഗമായ ആനക്കൊട്ടിന്റെ ശോചനീയാവസ്ഥയാണ് ഇപ്പോൾ ഭക്തരെയും ക്ഷേത്ര ജീവനക്കാരെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നത്. ഏകദേശം 100 വർഷം പഴക്കമുള്ള ഈ കെട്ടിടം കാലപ്പഴക്കത്തിന്റെ ക്ഷീണത്തിൽ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. മേൽക്കൂരയിലെ ഓടുകളും ചുമരുകളിൽ നിന്നുള്ള കോൺക്രീറ്റ് പാളികളും അടർന്നു വീഴുന്നത് പതിവായിരിക്കുകയാണ്. ഇത് അവർ മനഃപൂർവ്വം ഒന്നും ചെയ്യാതിരിക്കുകയാണ്. ഇതൊരു വലിയൊരു അപകടം ഉണ്ടായാൽ മാത്രമേ അവർ കൈകാര്യം ചെയ്യുള്ളൂ എന്നുള്ളതാണ് തോന്നുന്നത്. ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണ്. വെളുത്താവിലെന്ന് വന്ന് നോക്കണം എന്ത് ജനം വരുന്നതാണെന്ന്. അതുപോലെ കല്യാണം, ഇഷ്ടംപോലെ കല്യാണം നടക്കുന്നുണ്ട്. ഇത്രയും വരുമാനം ദേവസ്വം ബോർഡിനുണ്ടായിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല. ഉത്സവ സമയമാകുമ്പോൾ വെള്ളം വിരിച്ച് തൽക്കാലം ഒരു അറേഞ്ച് ചെയ്തങ്ങിടും. അപകട സാധ്യത ഒഴിവാക്കാൻ ആവശ്യമായ അറ്റകുറ്റപ്പണികളോ പുനർനിർമ്മാണ നടപടികളോ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ദിവസേന 300-ലധികം ഭക്തർ ദർശനത്തിനെത്തുന്ന ക്ഷേത്രത്തിൽ ആനക്കൊട്ടിന് സമീപത്തുകൂടി നിരവധി പേർ സഞ്ചരിക്കുന്ന ഒരിടം കൂടിയാണ്. ഇതിനു മുമ്പ് ഭക്തരുടെ ദേഹത്തേക്കും കോൺക്രീറ്റ് പാളികൾ മേൽക്കൂരയിലെ ഓടുകളും വീണ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. ഭാഗ്യവശാൽ വലിയ അപകടങ്ങൾ ഒഴിവായെങ്കിലും ഏതു നിമിഷവും ഗുരുതര ദുരന്തമുണ്ടാകുന്ന ഭീതിയിലാണ് നിലനിൽക്കുന്നത്. ഇവിടുത്തെ പൗർണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശസ്തമാണ്. 12 മാസവും പൗർണമി എഴുതിയിട്ട് പോകുന്ന ബഹുജനങ്ങളായ ഭക്തജനങ്ങൾ ഒരുപാട് പേരുണ്ട്. ഒരു പൗർണമിയുടെ വരുമാനം ലക്ഷങ്ങളാണ്. പക്ഷേ എന്നിട്ടും ഒരു പൗർണമിയുടെ കാശെടുത്താൽ മാത്രം മതി ഈ ആനക്കൊട്ടിലിന്റെ പണി പൂർത്തിയാക്കാനായിട്ട്. എത്രയോ കാലമായിട്ട് ഇത് ഏത് നിമിഷം ഇത് തകർന്നു വീഴുമെന്ന് അറിയാൻ പറ്റില്ല. ആ വെള്ളം വിരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം ചോട്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് അറിയുന്നില്ല അതിന്റെ ജീർണാവസ്ഥ എത്ര ദയനീയമാണ്. ആനക്കൊട്ടിന്റെ മേൽഭാഗത്തു നിന്നും കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നത് തടയാൻ താൽക്കാലികമായി വെള്ളത്തുണി കെട്ടിവച്ചിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും ശാശ്വത പരിഹാരമല്ല എന്നാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരുടെ നിലപാട്. 1.5 വർഷത്തിന് മുന്നെയാണ് ഇത് ഇവിടെ ഒരു കാറ്റത്ത് ഇത് തകർന്നു വീഴുന്നത്. അന്ന് തൊട്ട് നമ്മൾ ഇതിന്റെ പിന്നാലെ ഇറങ്ങിയിട്ട് ദേവസ്വം പ്രസിഡന്റിനും എല്ലാവർക്കും ഇതിന്റെ പേപ്പർ വർക്ക് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരാരും ഇതുവരെ തിരിഞ്ഞു നോക്കുന്നില്ല. പ്രസിഡന്റ് ഒരു പരാതി കൊടുത്താലും പ്രസിഡന്റ് അത് വാങ്ങി വെച്ചിട്ട് അതിനെപ്പറ്റി പിന്നെ എന്താണെന്ന് ഒരു വാക്ക് നമ്മൾ അറിയിക്കുകയോ അതിനെപ്പറ്റി ഒന്നും നമ്മൾ ചെല്ലുമ്പോൾ പറയും നിങ്ങൾ പേടിക്കേണ്ട, അടുത്ത ആഴ്ചക്കകത്ത് റെഡിയാക്കി തരാമെന്നുള്ള സംസാരം മാത്രമാണ് എന്നും ഇവിടെ നടക്കുന്നത്. കെട്ടിടത്തിന്റെ ഇരുവശങ്ങളിലൂടെയും കോൺക്രീറ്റ് കഷ്ണങ്ങളും മറ്റു അവശിഷ്ടങ്ങളും അടർന്നു വീഴുന്ന സാഹചര്യം തുടരുകയാണ്. പ്രശ്നം ചൂണ്ടിക്കാട്ടി ഒട്ടേറെ തവണ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പരാതി നൽകിയിട്ടും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്നാൽ ക്ഷേത്രത്തിൽ നിന്നും വലിയ വരുമാനമാണ് ലഭിക്കുന്നത്. 2023-24 കാലഘട്ടത്തിൽ നീക്കിയിരിപ്പ് വരുമാനം ഏകദേശം 23 ലക്ഷത്തിലേറെയാണ്. ഒരു ബൾബ് മാറിയിടാൻ പോലും ദേവസ്വം ബോർഡ് ഇവിടെ ചെയ്യുന്നില്ല. കാര്യം നമ്മളെ 2023-24 വരുമാനം എല്ലാം കഴിഞ്ഞുള്ള നീക്കിയിരിപ്പ് വരുമാനം എന്ന് പറയുന്നത് 23 ലക്ഷം രൂപയാണ് വരുമാനം. എല്ലാ ചെലവും കഴിഞ്ഞുള്ള വരുമാനമാണ്. അത്രയും വരുമാനമുള്ള ഒരു അമ്പലത്തിലെ അവസ്ഥ വളരെ ദയനീയമാണ്. അത് എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാവും. നമ്മളിവിടെ ഏതാണ്ട് ഒരു മാസം ഒരു 15ഓളം കല്യാണങ്ങൾ ഇവിടെ രജിസ്റ്റേർഡ് കല്യാണം നടക്കുന്നുണ്ട്. അതിൽ ആൾക്കാർ വരുന്നുണ്ട്. അതിന്റെ താഴെയാണ് നിന്ന് കല്യാണം കഴിക്കുന്നത്. പ്രതിമാസം നിരവധി വിവാഹങ്ങളും മറ്റു ചടങ്ങുകളും ഈ ആനക്കൊട്ടിലാണ് നടക്കുന്നത്. അപകട ഭീഷണി നിലനിൽക്കുമ്പോഴും യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ ഭക്തർ ഈ ഭാഗത്തു കൂടിയാണ് പ്രവേശിക്കുന്നത്. ക്ഷേത്രങ്ങളുടെയും അവയുടെ അനുബന്ധ കെട്ടിടങ്ങളുടെയും സംരക്ഷണ ചുമതലയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടിയന്തരമായി ഇടപെട്ട് പുനർനിർമ്മാണം നടത്തണമെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ ആവശ്യം. ജനം, തിരുവനന്തപുരം.